ത്രൂ ഔട്ട് ദ ഇയർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും എന്നാൽ ഇപ്പോൾ സപ്പോർട്ട് ലഭിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ. ഏഞ്ചൽ വൺ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം 7% അപ്സൈഡോടുകൂടി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തുകയും പിന്നീട് സ്റ്റോക്ക് 2.18% ഇടിഞ്ഞ് 2790 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 25,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 22.5, ഡിവിഡൻഡ് ഈൽഡ് 1.8%, 52 വീക്ക് ഹൈ 3896, 52 വീക്ക് ലോ 1181, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ ഏഞ്ചൽ വണ്ണിൻ്റെ പ്രോഫിറ്റ് 27.3% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 340 കോടിയും റവന്യൂ 64.3% വർദ്ധിച്ച് 1357 കോടിയുമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. മോത്തിലാൽ ഒസ്വാൾ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ മികച്ച പെർഫോമൻസിനായി ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് എക്സ്പാൻഷനിലും ബിസിനസ് സ്ട്രാറ്റജിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇൻഷുറൻസ്, ലോൺ പോലുള്ള ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി ക്യാഷ് സെഗ്മെൻറ്റിലുള്ള റവന്യൂ ഉയർത്താനാണ് കമ്പനി ശ്രമിക്കുന്നത്. കൂടാതെ ഓപ്പറേറ്റിംഗ് ലെവലിലും വർധനവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ എബിറ്റ 37.2% വർദ്ധിച്ച് 529 കോടിയായി മാറുകയും എബിറ്റ മാർജിൻ 39%-ൽ നിന്നും 46.7%-ലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഏഞ്ചൽ വണ്ണിൻ്റെ നെറ്റ് എക്സ്പെൻസ് 92% വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 25%-ഓളം ഇടിയുകയും ചെയ്തു. കൂടാതെ ഏഞ്ചൽ വൺ, സീറോദ, ഗ്രോ, അപ്സ്റ്റോക്സ് തുടങ്ങിയ ഓൺലൈൻ ബ്രോക്കേഴ്സിൽ നിന്നും ക്ലയൻറ്റ് അക്വിസിഷനിൽ വളരെ വലിയ കോമ്പറ്റീഷൻ നേരിടുന്നു. ഈ കോമ്പറ്റീഷനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ നിന്നും റവന്യൂ ജനറേഷന് കമ്പനി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഓൺലൈൻ ക്ലയൻറ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ക്ലയൻറ്റ് അക്വിസിഷൻ 12%-ൽ നിന്നും 14.7%-ലേക്ക് ഒരു വർഷം കൊണ്ട് കമ്പനിക്ക് ഉയർത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ഹയസ്റ്റ് എവർ ക്വാർട്ടർലി ഗ്രോസ് ക്ലയൻറ്റ് അക്വിസിഷനാണ് ഈ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. 2.9 മില്യൺ ക്ലയൻറ്റ് അക്വിസിഷൻ നടത്തി. ടോട്ടൽ ക്ലയൻറ്റ് ബേസ് 22 മില്യണിലേക്ക് ഉയർന്നു. ക്ലയൻറ്റുകളിൽ നിന്നുള്ള ടോട്ടൽ ഓർഡർ 470 മില്യൺ ഓർഡർ കമ്പനിക്ക് നേടാൻ സാധിച്ചു. കൂടാതെ ക്ലയൻറ്റ് അക്വിസിഷൻ ഗ്രോത്ത് ക്വാർട്ടർ ടു ക്വാർട്ടർ 17.2%-വും ഇയർ ഓൺ ഇയറിൽ 14.3%-വുമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഓവറാൾ ക്വാർട്ടർലി റിസൾട്ടിൽ ഏഞ്ചൽ വൺ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ബ്രോക്കേജ് സെഗ്മെൻറ്റ് കൂടാതെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിലേക്ക് കൂടി കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്. അതേസമയം ജിയോ ഫിനാൻഷ്യലും ബ്ലാക്ക് റോക്കും ബ്രോക്കേജ് സെഗ്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് സെഗ്മെൻറ്റിലേക്കും, അതായത് മ്യൂച്വൽ ഫണ്ട് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് സെഗ്മെൻറ്റിലേക്കും അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഏഞ്ചൽ വണ്ണിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ ഇമ്പാക്റ്റും ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിന് പിന്നിലെ പ്രധാന കാരണമായേക്കാം. 2800 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട്, 2500 സ്റ്റോക്കിൻ്റെ അടുത്ത പ്രധാന സപ്പോർട്ടാണ്. ഈ രണ്ട് ലെവലുകൾക്കിടയിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തേത് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.35% ഇടിഞ്ഞ് 1400-നടുത്ത് ക്ലോസിംഗ് നൽകി. 1.82 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 88.4, ഡിവിഡൻഡ് ഈൽഡ് 0.19%, 52 വീക്ക് ഹൈ 1561, 52 വീക്ക് ലോ 687. വരുൺ ബിവറേജ് എന്ന സ്റ്റോക്കിനും ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് കുറച്ച് സമയമായി ഒരു ഫ്ലാറ്റ് മൂവ്മെൻറ്റ് നടത്തുകയാണ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് ഈ 1400 എന്ന ലെവലിനടുത്തായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നു. വരുൺ ബിവറേജിന് മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗും 1701 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 23% അപ്സൈഡിലുള്ള ടാർഗറ്റ്. മോർഗൻ സ്റ്റാൻലിയുടെ 22 അനലിസ്റ്റുകളിൽ 18 അനലിസ്റ്റുകളും വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇതുകൂടാതെ CLSA 1774 രൂപയുടെ ടാർഗറ്റും KR ചോക്സി 1732 രൂപയുടെ ടാർഗറ്റും വരുൺ ബിവറേജിന് നൽകിയിട്ടുണ്ട്. വരുൺ ബിവറേജ് ഫുഡ് ആൻഡ് ബിവറേജ് സെഗ്മെൻറ്റിൽ സോളിഡ് ബിസിനസ് ട്രാക്കുള്ള ഒരു ഡൊമസ്റ്റിക് കമ്പനിയാണ്. കൂടാതെ കമ്പനി അതിൻ്റെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇന്ത്യയിലെ ബിസിനസ്സിൽ 19% CAGR കൂടിയുള്ള വളർച്ച വരുൺ ബിവറേജിന് കൈവരിക്കാൻ സാധിച്ചു. എബിറ്റ മാർജിൻ 23.7%-നടുത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നു എന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്.
അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വരുൺ ബിവറേജിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. 2.31% നിന്നും 2.26%ലേക്കാണ് DIA സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 25.73% നിന്നും 25.06%ലേക്ക് സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഇനി മോർഗൻ സ്റ്റാൻലി കൂടാതെ മറ്റ് പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകുന്നുണ്ട്. ടിപ്സ് ടു ട്രേഡേഴ്സ് പറയുന്നത് 1347 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 1430 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 1430 മുകളിലുള്ള ബ്രേക്കൗട്ട് 1560 എന്ന ലെവലിലേക്ക് സ്റ്റോക്കിനെ എത്തിക്കും. ഇനി മറ്റൊരു അനലിസ്റ്റ് പറയുന്നത് 1350 1540 ഇടയിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. 1540 മുകളിലുള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ 1730 എത്തിക്കും. ഏഞ്ചൽ വൺ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ അനലിസ്റ്റ് പറയുന്നത് 1420 രൂപ സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഹഡിലാണ്. 1420 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി 1550 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരും. 1380 1320 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. ആക്സിസ് സെക്യൂരിറ്റീസ് വരുൺ ബിവറേജ് ലിമിറ്റഡിന് 1550 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം വരുൺ ബിവറേജ് ലിമിറ്റഡ് ബീഹാറിലും ഗോരഖ്പൂരിലും പുതിയ അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പ്രൊഡക്ഷനും ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പ്രൊഡക്റ്റ് റീച്ചും കമ്പനിക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വരുൺ ബിവറേജിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 1350 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. 1550 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 1400 നിന്നും സ്റ്റോക്ക് 1500 1550 തുടങ്ങിയ ലെവലുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 1550 മുകളിൽ ബ്രേക്കൗട്ട് വന്നാൽ സ്റ്റോക്ക് ചിലപ്പോൾ 1700 വരെ ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്